കുറിച്ചത്. തിരുവനന്തപുരം വിമാനത്താവളത്തിലുള്ള ബ്രിട്ടീഷ് യുദ്ധവിമാനം F-35Bയുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയായി. ഹൈഡ്രോളിക് സംവിധാനത്തിന്റെ പിഴവുകളും ഓക്സിലറി പവർ യൂണിറ്റിന്റെ സാങ്കേതിക പ്രശ്നങ്ങളും പരിഹരിച്ചു. പരിശോധനകൾക്ക് ശേഷം എയർ ഇന്ത്യയുടെ ഹാങ്ങറിൽ നിന്ന് വിമാനം പുറത്തിറക്കി. ബ്രിട്ടനിൽ നിന്നുള്ള വിദഗ്ധ സംഘം ഇന്ന് വൈകുന്നേരം നാട്ടിലേക്ക് മടങ്ങും. സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട്. സാരംഗ്, ഈ വിമാനം ഇതിനുശേഷം ഹാങ്ങറിൽ നിന്ന് ഇറക്കിയ ശേഷം പരീക്ഷണ പറക്കലോ മറ്റോ നടത്തിയോ? എന്താണ് മറ്റു വിവരങ്ങൾ? ബ്രിട്ടീഷ് യുദ്ധവിമാനം സാങ്കേതിക പിഴവുകളെ തുടർന്നായിരുന്നു തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കിയത്. പിന്നീട് അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നുവെങ്കിലും വലിയ കാലതാമസം ഉണ്ടാകുന്ന പശ്ചാത്തലം ആണ് ഉണ്ടായത്. നിരവധി ദിവസമായി ഈ യുദ്ധവിമാനം ഇന്ത്യയുടെ മണ്ണിൽ ആയിരുന്നു, ഇന്ത്യൻ അതിർത്തിക്ക് ഉള്ളിൽ ആയിരുന്നു. അതുമായി ബന്ധപ്പെട്ട ആ സമയത്തടക്കം ഒട്ടേറെ ദുരൂഹതകൾ ഉണ്ടായ പശ്ചാത്തലം കൂടിയുണ്ട്. എങ്ങനെയാണ് ഒരു ബ്രിട്ടീഷ് വിമാനം ഇന്ത്യയുടെ വ്യോമാതിർത്തി കടന്ന് എത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ. പക്ഷേ സാങ്കേതികമായ പിഴവുകളെ തുടർന്നാണ് വിമാനം അടിയന്തരമായി ഇറക്കേണ്ടി വന്നത് എന്നുള്ളതാണ്. ഒരു പക്ഷേ അത് അത്തരത്തിലുള്ള ആശയവിനിമയം കൂടി നടത്തിയിട്ടാകാം. എന്തായാലും അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി വിമാനം തിരികെ കൊണ്ടുപോവുകയാണ്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട്. സാരംഗ്, ഇതിൽ ഈ തിരികെ പോകുന്നതിന് മുമ്പ് ഇതിന് പരീക്ഷണ പറക്കലോ മറ്റോ ഉണ്ടോ? എന്താണ് വിവരങ്ങൾ? തീർച്ചയായും മുഴുവനായും ഇത് സുരക്ഷിതമാണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മൾ ഇവിടെ നിന്നും പറത്തിക്കൊണ്ടുപോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇപ്പോൾ ഒരുപാട് ദിവസങ്ങളായി ഇവിടെ ഹാങ്ങറിലാണ് മറ്റേ അറ്റകുറ്റപ്പണികൾ നടത്തിയതുകൊണ്ട് തന്നെ ഇതിന് സുരക്ഷാ പ്രശ്നങ്ങളുണ്ടോ, ഇത്തരത്തിൽ ഇത്രയും ദൂരം പറന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഹൈഡ്രോളിക് സംവിധാനത്തിന് പ്രശ്നമുണ്ടെങ്കിൽ അതെല്ലാം ചെക്ക് ചെയ്ത് പരിഹരിച്ചതിന് ശേഷം, അതായത് അത്രത്തോളം സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കിയതിനു ശേഷം മാത്രമേ ഇവിടെ നിന്നും തിരികെ പോകാനുള്ള കാര്യങ്ങളിലേക്ക് കടക്കൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഉള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനുശേഷം ഈ ഒരു വിമാനം പരീക്ഷണ പറക്കലടക്കം ചെയ്തതിനു ശേഷം അത്രത്തോളം 100% ഉറപ്പിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഈ ഒരു വിമാനം ഇവിടെ നിന്ന് മാറ്റുക എന്നാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് ഈ ഹൈഡ്രോളിക് സംവിധാനത്തിലും പിന്നെ ഓക്സിലറി പവർ യൂണിറ്റിലടക്കം സാങ്കേതിക തകരാറുണ്ടായിരുന്നു. അത് ലണ്ടനിൽ നിന്നും പിന്നെ ഈ ഒരു വിമാനത്തിന്റെ കമ്പനിയായ ലോക്ഹെഡ് മാർട്ടിനി എന്ന കമ്പനിയിൽ നിന്നുള്ള വിദഗ്ധരടക്കം 17 അംഗ സംഘം ഇവിടെ വന്ന് അവർ ഈ എയർ ഇന്ത്യയുടെ ഹാങ്ങറിലേക്ക് വിമാനം മാറ്റി അതീവ സുരക്ഷയിലായിരുന്നു ഈ പ്രശ്നം പരിഹരിച്ചത്. ഇന്നാണ് ഹാങ്ങറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്, ഹാങ്ങറിൽ നിന്നും വിമാനം പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. അതിനുശേഷം ഒരു ഇത്തരത്തിൽ പരീക്ഷണത്തിലും മറ്റെല്ലാവിധ ഇതിന്റെ എല്ലാ വശങ്ങളും പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇവിടെ നിന്നും ഇത് പറത്തിക്കൊണ്ടു പോവുക. അഭിലാഷ്, യെസ്, അതാണ്. അതായത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് F-35B വിമാനം തിരികെ കൊണ്ടുപോവുകയാണ്. വിമാനം സാങ്കേതിക പിഴവുകൾ എല്ലാം പരിഹരിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. യുദ്ധവിമാനം F-35Bയുടെ അറ്റകുറ്റപ്പണികളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഹൈഡ്രോളിക് സംവിധാനത്തിൽ പിഴവുകൾ ഉണ്ടായിരുന്നു. ഓക്സിലറി പവർ യൂണിറ്റിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങളും പരിഹരിച്ചിട്ടുണ്ട്. ഇതിനുശേഷം ഇത്തരം അറ്റകുറ്റപ്പണികളെല്ലാം പൂർത്തിയായതിനു ശേഷമാണ് എയർ ഇന്ത്യയുടെ ഹാങ്ങറിൽ നിന്ന് വിമാനം പുറത്തിറക്കിയിട്ടുള്ളത്. ബ്രിട്ടനിൽ നിന്നുള്ള വിദഗ്ധ സംഘമടക്കം എത്തുകയും ചെയ്തിരുന്നു. അവരുടെ നേതൃത്വത്തിലായിരുന്നു ഈ അറ്റകുറ്റപ്പണികൾ. അതിനുശേഷം വിമാനം ഈ സംഘം വൈകിട്ട് നാട്ടിലേക്ക് തിരിക്കാനിരിക്കുന്നു. ഒപ്പം ഈ വിമാനം നാളെയല്ലേ തിരികെ കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുള്ളത് സാറേ? അതെ, നിലവിലുള്ള തീരുമാനങ്ങൾ അനുസരിച്ച് ഇന്ന് പരീക്ഷണ പറക്കലും മറ്റ് എല്ലാവിധ സാങ്കേതിക വശങ്ങളും പ്രശ്നങ്ങളും എല്ലാം പരിഹരിച്ചു എന്ന് ഉറപ്പാക്കിയതിനു ശേഷം നാളെയാണ് കൊണ്ടുപോകുക എന്നാണ് നമുക്ക് നിലവിൽ ലഭിച്ച വിവരം. അതല്ല, ഇന്ന് കാര്യങ്ങളെല്ലാം ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ഇന്ന് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ ഇന്ന് തന്നെ കൊണ്ടുപോകാനുള്ള ഒരു സാധ്യതയും നമ്മൾ മുൻകൂട്ടി കാണുന്നുണ്ട്. കാരണം ഇത്രയും ദിവസം ഈ ഒരു ലോകത്ത് തന്നെ ഏറ്റവും അത്യാധുനികമായ ഒരു യുദ്ധവിമാനമായിരുന്നു ഈ ഒരു F-35B. അതിന് ഇത്രയും കാലം ഈ ഒരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ തങ്ങേണ്ടി വന്നത്, അതായത് സാങ്കേതിക തകരാറ് മൂലം തങ്ങേണ്ടി വന്നത് കാരണം ഈ ഒരു കമ്പനിക്കും ഈ ഒരു യുദ്ധവിമാനത്തിനും ഒപ്പം തന്നെ ബ്രിട്ടനും ഇത്തരത്തിലൊരു അഭിമാന പ്രശ്നം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് നീക്കുക എന്നായിരുന്നു അവരുടെ മുൻപിലുള്ള ഏക ലക്ഷ്യം. അത്തരത്തിൽ ഇനിയും വെച്ച് താമസിപ്പിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് നീക്കുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനൊപ്പം തന്നെ ഈ ഒരു വിമാനത്താവളത്തിൽ ഇറക്കിയ മുതലുള്ള വാടക ഇനത്തിലുള്ള തുക ഈ ഒരു അദാനി ഗ്രൂപ്പിന് നൽകാനുണ്ട്. മാത്രമല്ല ഈ ഒരു ബ്രിട്ടീഷ്
ബ്രിട്ടീഷ് ഈ വിമാനം ഇവിടെ തങ്ങിയതിന്റെ ഇത്രയും ദിവസത്തതും പിന്നെ മറ്റുള്ള ചാർജുകളെല്ലാം ഈ ഒരു വിമാനത്താവളത്തിന് നടത്തിപ്പുകാർക്ക് നൽകേണ്ട ഒരു സാഹചര്യമുണ്ട്. അത് അത്തരത്തിലുള്ള എല്ലാ ഈ ഒരു സാങ്കേതിക വശത്തിനൊപ്പം തന്നെ മറ്റുള്ള ഈ ഒരു സുരക്ഷാ വശങ്ങളും, അതായത് നമ്മുടെ എയർ ഇന്ത്യയുടെ ഇത്തരത്തിലുള്ള എല്ലാ വശങ്ങളും ഇതാക്കിയതിനു ശേഷം, അതായത് സാരംഗ് സൂചിപ്പിക്കുന്നത് ജൂൺ 14 മുതൽ ആണ് ഈ വിമാനത്താവളം ബ്രിട്ടീഷ് സേനയ്ക്ക് ഉപയോഗിക്കേണ്ടി വന്നിട്ടുള്ളത്. അതായത് ജൂൺ 14 മുതൽ ഈ വിമാനം നമ്മുടെ വിമാനത്താവളത്തിൽ ആണ് എന്നതുകൊണ്ട് തന്നെ വിമാനത്താവളത്തിൻ്റെ നടത്തിപ്പുകാർ നിലവിൽ അദാനിയാണ് എന്ന് നമുക്ക്, അദാനി കമ്പനിയാണ് എന്നറിയാം. അതുകൊണ്ട് തന്നെ വിമാനത്താവളത്തിനെ ഉപയോഗിച്ചതുകൊണ്ട് ഉള്ള വാടക നൽകേണ്ടി വരും എന്നുള്ളതാണ്. അതിൻ്റെ ലാൻഡിങ്, പാർക്കിംഗ് ചാർജ് ഉൾപ്പെടെയുള്ള തുക നൽകേണ്ടി വരും. ഇത് ഏകദേശം 8 ലക്ഷം രൂപ. സാങ്കേതികമായി നമുക്കത് കൃത്യമായി അറിയില്ല. ലഭിക്കുന്ന ഇൻപുട്ടുകൾ അനുസരിച്ച് ഏതാണ്ട് 8 ലക്ഷം രൂപ പാർക്കിംഗ് ഫീ ആയി നൽകേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം ഈ മെയിൻ്റനൻസിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തിരുന്നു. ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ എയർ ഇന്ത്യയുടെ ഹാങ്കറിൽ നിന്നാണ് ആ വിമാനം ഇപ്പോൾ പുറത്തേക്ക് എത്തിച്ചിട്ടുള്ളത്. കുറച്ചുകൂടി പ്രേക്ഷകർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ എയർ ഇന്ത്യയുടെ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഈ വിമാനത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നത്. നമ്മളൊരു വാഹനം വർക്ക്ഷോപ്പിൽ കയറ്റുന്നത് പോലെ അത്തരമൊരു വർക്ക്ഷോപ്പ് സംവിധാനം എന്ന് പറയാം. അവിടെ ആണ് ഈ വിമാനം അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നത്. അതിന് ഏതാണ്ട് 75 ലക്ഷം രൂപയോളം ആണ് തുക എയർ ഇന്ത്യ ഈടാക്കാൻ പോകുന്നത് എന്നാണ്. ഒരു പരിധിവരെ ആ നിലയിൽ കോളടിച്ചു എന്ന് പറയാം. പക്ഷേ ഇപ്പോഴും സംശയങ്ങൾ ഒക്കെ ആവർത്തിക്കുന്നവരുണ്ട്. എന്തുകൊണ്ടാണ് ഈ വിമാനം ഈ മേഖലയിൽ ഇറക്കേണ്ടി വന്നത്? എന്തിനായിരുന്നു ഈ വിമാനം ഇവിടേക്ക് പറന്നെത്തിയത്? എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിൽ ഇറക്കേണ്ടി വന്നു എന്ന ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്നവർ ഇപ്പോഴും ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. സാരംഗ്, ഈ ഇനത്തിൽ ഈ പറയുന്നത് പോലെ വിമാനത്താവളത്തിൻ്റെ ഉപയോഗിച്ചതിനുള്ള ലാൻഡിംഗ് ഫീ അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസിന് ചെലവ് വന്ന തുക, അത്തരം നടപടികൾ കൂടി പൂർത്തിയാക്കിയാണല്ലേ ഈ വിമാനം തിരികെ പോകുന്നത്? തീർച്ചയായും അഭിലാഷ്, നമ്മൾ ഈ സാങ്കേതിക വശം മാത്രം വിശകലനം ചെയ്യുമ്പോൾ ഇതിന് മറ്റ് നയതന്ത്ര വശങ്ങളും മാത്രമല്ല, ഇതിനൊപ്പം തന്നെ ഈ ഒരു പാർക്കിംഗ് ഫീ, അതേപോലെ തന്നെ മെയിൻ്റനൻസ് ഫീ, ഈ ഒരു സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ചതിനും ഇത് അത്തരത്തിലുള്ള എല്ലാ വശങ്ങളും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഈ വിമാനത്തിന് ഇവിടെ നിന്ന് മാറ്റാൻ കഴിയുള്ളൂ. അതായത് ഈ ഒരു പാർക്കിംഗ് ഇനത്തിൽ തന്നെ വലിയൊരു തുക, അപ്പോൾ തന്നെ ഹാങ്ങർ ഉപയോഗിച്ചതിനും മറ്റ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചതിനും അടക്കം അതിലധികം അഭിലാഷ് സൂചിപ്പിച്ച പോലെ ഒരു വലിയൊരു തുക ഈ ഒരു വിമാനത്താവളത്തിനും മറ്റും നൽകേണ്ട ഒരു സാഹചര്യമുണ്ട്. അത് ക്ലിയർ ചെയ്താൽ മാത്രമേ ഇവിടെ നിന്നും ഈ ഒരു യുദ്ധവിമാനം ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ അനുമതി ലഭിക്കുക എന്നുള്ളതാണ്. ഈ വ്യോമയാന മന്ത്രാലയത്തിന്റെ അടക്കം അനുമതിയും മറ്റേ എയർഫോഴ്സിന്റെയും മറ്റേ എല്ലാ അനുമതിയും ലഭിച്ചതിന് ശേഷം മാത്രമേ ഇവിടെ നിന്നും ഈ ഒരു വിമാനം പറത്തിക്കൊണ്ടുപോകും. സാങ്കേതിക തകരാറ് കൊണ്ടാണ് ഇവിടെ ഇറക്കിയതെങ്കിൽ പോലും ഇന്ത്യയുടെ അനുവാദമില്ലാതെ ഇവിടെ നിന്നും കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അത് മാത്രമല്ല, ഈ ഒരു തുക, കുടിശ്ശിക വരുത്തിയ തുക അടക്കം അടച്ച ശേഷം, അതായത് അത് അത്തരത്തിലുള്ള എല്ലാ ഭാഗങ്ങളും ക്ലിയർ ചെയ്ത്, അത് മാത്രമല്ല വ്യോമയാന മന്ത്രാലയത്തിന്റെയും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സുരക്ഷാ വശങ്ങളും എല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇത് സാങ്കേതിക പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു എന്നതൊരു വസ്തുതയാണെങ്കിൽ പോലും ഇതിന് വീണ്ടും മറ്റ് തടസ്സങ്ങളുണ്ട്. അതായത് അത് എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യാനുള്ള സാധ്യത, എത്രയും പെട്ടെന്ന് അത് പരിശോധിച്ച് തീരുമാനമാക്കാനുള്ള സാധ്യത മുൻകൂട്ടി ഉണ്ടെങ്കിൽ പോലും അതിൽ മറ്റ് തടസ്സങ്ങളൊന്നും തന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റാനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട്. കാരണം ഇതൊരു അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വളരെയധികം ചർച്ച ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഒരു അത്യാധുനികമായ ഒരു യുദ്ധവിമാനമാണ്. പല US അടക്കമുള്ള രാജ്യങ്ങളും ഉപയോഗിക്കുന്ന അത്രയും അധികം സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു യുദ്ധവിമാനമാണ്. അത് അടിയന്തരമായി ലാൻഡ് ചെയ്യേണ്ടി വരികയും ഒപ്പം ഇത്രയും ദിവസം ഒരുപാട് ആഴ്ചകളോളം ഇവിടെ തങ്ങേണ്ടി വന്നതും ഈ ഒരു പല വിദഗ്ധരെത്തിയിട്ടും അത് പരിഹരിക്കാൻ കഴിയാത്ത സാഹചര്യമെല്ലാം അന്താരാഷ്ട്ര തലത്തിലടക്കം ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവമാണ്. അത് മാത്രമല്ല, ഈ ഒരു വിമാനത്തിന് മുൻപും ഇതേപോലെ പല അപകടങ്ങളും മറ്റും സംഭവിച്ച സാഹചര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അത്തരത്തിലുള്ള ഈ ഒരു കമ്പനിക്കും, ഈ ഒരു അമേരിക്കൻ കമ്പനിയായ ലോക്ഹീഡ് മാർട്ടിനിയോക്കും പിന്നെ അതേപോലെ തന്നെ ബ്രിട്ടീഷ് എയർഫോഴ്സിനടക്കം, ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സിനടക്കം ഇത്തരത്തിലുള്ള ഉണ്ടാക്കിയ ഒരു സംഭവത്തിൽ നിന്നും എത്രയും പെട്ടെന്ന് ഇവിടുന്ന് വിമാനം മാറ്റുക എന്നായിരുന്നു അവരെ മുൻപിൽ ഉണ്ടായിരുന്ന ലക്ഷ്യം. ഇതിപ്പോൾ പരിഹരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇതിന്റെ വിമാനത്തിന്റെ ചിറകുകൾ അഴിച്ചു മാറ്റിയതിനു ശേഷം വലിയൊരു യുദ്ധവിമാനത്തിൽ ഇവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനവും ഉണ്ടായിരുന്നു. അത്തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയില്ല എന്നതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു കഴിഞ്ഞ് ഹാങ്ങറിൽ നിന്നും പുറത്തേക്ക് ഇറക്കി. ഇനി പരീക്ഷണ പറക്കലും മറ്റ് എല്ലാ ഈ ഒരു എയർഫോഴ്സിന്റെയും മറ്റ് വ്യോമയാന മന്ത്രാലയത്തിന്റെ അടക്കം അനുമതിയും മറ്റ് ഈ വരുന്ന തുകയടക്കം അടച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബ്രിട്ടീഷ് യുദ്ധവിമാനത്തിന് നമ്മുടെ കേരളം വിട്ട് പുറത്തേക്ക് കറക്കാൻ, അതായത് ബ്രിട്ടനിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു അവസരം ഒരുങ്ങുമെന്നാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അഭിലാഷ്, യെസ്, അതാണ് ബ്രിട്ടീഷ് യുദ്ധവിമാനം ഇന്ത്യയിൽ നിന്ന് മടങ്ങുന്നു. ഒരു രാജ്യത്തിന്റെ
യുദ്ധവിമാനം മറ്റൊരു രാജ്യത്ത് അത് സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്നാണ് ഇറക്കുന്നത് എന്ന് പറയുമ്പോൾ പോലും അതീവ ഗുരുതരമാണ്. അത് ഇന്ത്യയെയും അതോടൊപ്പം തന്നെ ബ്രിട്ടനെയും സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പുതിയ സാങ്കേതിക സംവിധാനങ്ങൾ ഒക്കെ ആയിരിക്കും. ഓരോ യുദ്ധവിമാനവും എന്ത് ദൗത്യത്തിന് ഉപയോഗിക്കുന്നു എന്നതൊക്കെ പലപ്പോഴും യുദ്ധവിമാനങ്ങൾക്ക് പൊതു സ്വഭാവമുണ്ട്. അതിൻ്റെ ബ്രാൻഡ് നോക്കി നമുക്ക് ആ യുദ്ധവിമാനത്തിൻ്റെ ഫെസിലിറ്റി എന്ത് എന്നതൊക്കെ അറിയാൻ സാധിക്കുമെങ്കിൽ പോലും അതൊക്കെ യുദ്ധതന്ത്രങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന യുദ്ധവിമാനങ്ങളാണ്. അത്തരം യുദ്ധവിമാനങ്ങളുടെ സാങ്കേതിക സംവിധാനങ്ങളും ഒക്കെ മറ്റൊരു രാജ്യത്തിൻ്റെ മേഖലയിലേക്ക് എത്തുകയും അവിടെ വെച്ച് അത് മെയിൻ്റനൻസ് നടത്തുകയും ചെയ്യുക എന്നത് സ്വാഭാവികമായും ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാകുന്ന ഒന്നാണ്. അത്രമേൽ സുരക്ഷിതമായി ആ വിമാനത്തിന് ഇന്ത്യയിൽ തുടരാൻ സാധിച്ചു. ഒപ്പം ഇന്ത്യയിൽ നിന്ന് എല്ലാ സാങ്കേതിക സഹായവും നൽകി എന്നതിന് ബ്രിട്ടൻ നന്ദി അറിയിക്കുന്ന സാഹചര്യമുണ്ട്. ഒരു പിഴവുകളും കൂടാതെ ഏതെങ്കിലും തരത്തിൽ കോംപ്ലിക്കേഷൻ സൃഷ്ടിക്കാതെ ആണ് ഇന്ത്യ ഈ വിമാനത്തെ തിരിച്ചയക്കുന്നത് എന്നതിലുള്ള നന്ദി അറിയിക്കുന്നുണ്ട്. രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളെയൊക്കെ ബാധിക്കുകയും ഒരുപക്ഷെ കൂടുതൽ ഊട്ടിയുറപ്പിക്കുകയും ഒക്കെ ചെയ്യാൻ ഇത്തരം അവിചാരിതമായ സംഭവങ്ങളും സാക്ഷ്യം വഹിക്കാറുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. വാർത്തയുടെ വിശദാംശങ്ങളാണ് സാരംഗ് നൽകിയത്.